ആദ്യ 2 മത്സരങ്ങളിലും വിജയിച്ച കേരളത്തിന് കർണാടകയുമായുള്ള മത്സരം സമനിലയിലായാലും പോയിന്റ് നിലയിൽ ഒന്നാമതെത്തി ഗ്രൂപ്പിൽ നിന്ന് ഫൈനൽ റൗണ്ടിലേക്ക് എത്താനാവും. പക്ഷേ കർണാടകയോട് തോറ്റാൽ കേരളത്തിൻ്റെ നില ആശങ്കയിലാവും. അങ്ങനെ വന്നാൽ കേരളത്തിനും കർണാടകയ്ക്കും ഒരേ പോയിന്റ് നിലയാവും. അപ്പോൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ വിജയിച്ച ടീം യോഗ്യത നേടും. എന്നാൽ കേരളം തോൽക്കുകയും അടുത്ത മത്സരത്തിൽ ആന്ധ്ര ജയിക്കുകയും ചെയ്താൽ കേരളത്തിനും കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും ഒരേ പോയിന്റ് ആവും. അപ്പോൾ ഗോൾ ശരാശരി വിധി നിർണ്ണയിക്കും. അതിനാൽ കർണാടകയെ തോൽപ്പിച്ച് വ്യക്തമായ ആധിപത്യത്തോടെ പ്രാഥമിക റൗണ്ട് പിന്നിടുകയെന്നതാവും കേരളത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോഴും മോശമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. ആ പെർഫോമൻസ് നിലനിർത്തിക്കൊണ്ട് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് നല്ലൊരു വിജയത്തോട് കൂടിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകും. കഴിഞ്ഞ കളിയിലെ ആദ്യ പകുതിയിൽ ടീം പ്രകടിപ്പിച്ച ഒത്തിണക്കം തുടർന്നാൽ കർണാടകയെ മറികടക്കാനാകുമെന്നും കേരളം കണക്കുകൂട്ടുന്നു. ആദ്യ കളിയിൽ ആന്ധ്രയോട് തോറ്റ കർണാടക പുതുച്ചേരിക്കെതിരായ വിജയത്തോടെ ആത്മവിശ്വാസം വീണ്ടെടുത്തു കഴിഞ്ഞു. ഇരു ടീമുകൾക്കും മത്സരം നിർണായകമായതിനാൽ കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കാം. KR സജു, മീഡിയ 1 കോഴിക്കോട്.